+2 ശേഷം മെഡിക്കൽ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് MBBS മാത്രമാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. MBBS പോലെ തന്നെ BDS, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചർ, അതേപോലെ തന്നെ നഴ്സിംഗ് കോഴ്സുകളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ഏറ്റവും പ്രധാനമായി എഴുതേണ്ട ഒരു പരീക്ഷ നീറ്റ് എക്സാം ആണ്. എന്നാൽ നീറ്റ് എക്സാം മാത്രമല്ല നിങ്ങൾക്ക് പല കോഴ്സുകൾക്കുമുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ചില എയിംസിന്റെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് എക്സാം ഉണ്ട്. അതേപോലെ എയിംസിന്റെ നഴ്സിംഗ് കോഴ്സുകളിലേക്ക് സെപ്പറേറ്റ് എക്സാം ഉണ്ട്. CMCയിലും ഇതേപോലെ തന്നെ വെല്ലൂർ CMCയിൽ സെപ്പറേറ്റ് എക്സാംസ് ഉണ്ട്. അതുപോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ, പിജിമർ ചണ്ഡീഗഡിലൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് എക്സാംസ് ഉണ്ട്. അപ്പൊ നഴ്സിംഗ് അടക്കമുള്ള മിക്ക കോഴ്സുകൾക്കും നിങ്ങൾക്ക് പരീക്ഷകൾ നേരിടേണ്ടി വരും. എന്നാൽ ഇതിന്റെയൊക്കെ സിലബസ് എന്ന് പറയുന്നത് നീറ്റിന്റെ സിലബസും ആയിരിക്കും. അപ്പൊ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ തന്നെ പഠിച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമുകളാണ് ഇതെല്ലാം. അപ്പം അതിനുവേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനാണ് നമ്മൾ ബ്ലൂ ലൈൻസിന്റെ നീറ്റ് ക്രാഷ് 2026 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ബ്ലൂ ലൈൻസ് നീറ്റ് ക്രാഷിലൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ഓറിയന്റഡ് ആയിട്ട് ഈ പറഞ്ഞ കോഴ്സസിലേക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നീറ്റ് ക്രാക്ക് ചെയ്തോ അല്ലെങ്കിൽ ഈ പരീക്ഷകൾ എഴുതിയോ പ്രവേശനം നേടാം. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ജോയിൻ us now.